ഞാൻ വന്നത് ഭൂമിയെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, ജീവനിലേക്ക് രക്ഷിക്കാനാണ്. അതെ, ക്രിസ്തുനാഥൻ തന്റെ പരസ്യ ജീവിതകാലത്ത് ആരെയും വിധിച്ചിട്ടില്ല. പല പാപികളെയും അവന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഇവർ ഈ കുറ്റം ചെയ്തവരാണ്, ഇവർ ആ കുറ്റം ചെയ്തവരാണെന്നിട്ട് സദുക്കയരും പ്രധാന പുരോഹിതന്മാരും അവന്റെ പക്കൽ കൊണ്ടുവന്നു. എന്നാൽ അവൻ ആരെയും വിധിച്ചില്ല. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടും അവിടുന്ന് ചോദിച്ചത് അതുതന്നെയാണ്. നിന്നെ ആരും വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ, എന്നെ ആരും വിധിച്ചില്ല. അവിടുന്ന് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. മേലിൽ പാപം ചെയ്യരുത്. അവിടുന്ന് അത് മാത്രമാണ് ആഗ്രഹിച്ചത്. മനുഷ്യകുലത്തിൽ വന്നുപെട്ട് പാപത്തിന്റെ മ്ലേച്ഛത നീക്കി അവരെ സ്വർഗരാജ്യത്തിന് യോഗ്യരാക്കാൻ, നിത്യജീവനിലേക്ക് അർഹരാക്കാൻ അവിടുന്ന് തന്നെ തന്നെ ബലി നൽകുവാൻ സന്നദ്ധനായി. ആ ബലിയാണ് ഗാഗുൽത്തായിൽ അരങ്ങേറിയ കുരിശുമരണം. ആ ബലിയുടെ മുന്നാസ്വാദനം അവിടുന്ന് പെസഹ അത്താഴത്തിനിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർക്ക് നിയമമായി നൽകി. താൻ തന്റെ പരസ്യ ജീവിതകാലത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്റെ ശരീരമാണ്. എന്റെ ശരീരവും രക്തവുമാണ് മനുഷ്യമക്കൾക്ക് നിത്യജീവൻ ലഭിക്കുവാൻ വേണ്ടതെന്ന്, അതാണ് തരുന്നതെന്ന് അവിടുന്ന് അസന്നിഗ്ധമായി പ്രസ്താവിച്ചു. ഇത് കേട്ട യഹൂദജനം അമ്പരന്നുപോയി. ഒരു മനുഷ്യന്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുകയോ? അവരെല്ലാവരും അവനെ ഉപേക്ഷിച്ചുപോയി. പിന്നീട് അന്ത്യത്താഴവേളയിൽ പെസഹ ഊട്ടിന്റെ മേശക്കരിയിലിരുന്ന് അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് കൽപ്പനയായി കൊടുത്തു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ കാസയിലെ മുന്തിരിച്ചാറെടുത്ത് അവർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ, അനേകരുടെ രക്ഷയ്ക്കായി ചിന്തപ്പെടേണ്ടിയിരിക്കുന്ന പുതിയ നിയമത്തിലെ എന്റെ രക്തമാണ്. ഇത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു ചേരുമ്പോൾ അനുസ്മരിക്കുവിൻ. അതാണ് പുതിയ കൽപ്പന. നിത്യജീവന്റെ അച്ചാരമാകുന്ന തന്റെ ശരീരരക്തങ്ങൾ മനുഷ്യൻ ഭക്ഷിക്കാതെ അവന് നിത്യജീവന് അർഹതയില്ലെന്ന് അവിടുന്ന് വളരെ ശക്തമായി പ്രസ്താവിച്ചു. തൽഫലമായി തന്റെ നാമത്തിൽ തന്നിൽ വിശ്വസിച്ചവർ ഒന്നിച്ചുകൂടുമ്പോൾ അവർ ഈ അനുസ്മരണം
കൊണ്ടാടിയിരുന്നു. ആ അനുസ്മരണമാണ് ഇന്ന് പരിശുദ്ധ കുർബാനയായി ദേവാലയങ്ങളിൽ അരങ്ങേറുന്നത്. അപ്പോൾ നാം ദേവാലയങ്ങളിൽ ചെന്ന് പാപപരിഹാരാർത്ഥം ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെയും നമ്മുടെ അനവധിയായ സഹോദരങ്ങൾക്കും വേണ്ടി ബലിയർപ്പിക്കുമ്പോൾ അത് അവിടെ സ്വീകാര്യമാക്കുന്നത് ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. ബലിവേദിയിൽ മധുബഹയിൽ ബലിവേദിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തത്സമയം സന്നിഹിതരായി ബലി തത്സമയമാക്കി മാറ്റുന്നു. ആ ബലിയാണ് നമ്മൾക്ക് ക്രിസ്തുവിന്റെ ശരീരമായി വൈദികൻ വഴി ലഭിക്കുന്നത്. അതെ, അന്ന് തന്റെ വചനം കൊണ്ട് തന്റെ മാംസമാക്കി മാറ്റിയ അതേ ശരീരം, അതേ രക്തം അവിടുന്ന് നമുക്ക് നൽകുന്നു. നാം അത് വിശ്വാസപൂർവം സ്വീകരിക്കുന്നു. നമ്മുടെ വിശ്വാസമാണ് അവിടുത്തെ മാനദണ്ഡം. ദൈവം മനുഷ്യനായി അവതരിച്ചതു മുതൽ തന്റെ സ്വർഗാരോഹണം വരെയുള്ള ദിവ്യരഹസ്യങ്ങൾ നമ്മൾ ആഘോഷപൂർവ്വം കൊണ്ടാടി തന്റെ കുരിശുമരണത്തിന്റെ പ്രതീകമാകുന്ന തന്റെ ശരീരരക്തങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്നത് ക്രിസ്തുനാഥനാണ്. ഈ അവബോധം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നാം അത് കൈപ്പറ്റുവാൻ പരിശ്രമിക്കാവൂ. ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിലെ കുർബാന സ്വീകരണം കണ്ടാൽ ഹൃദയം പൊട്ടിപ്പോകും. കാരണം സന്യസ്തരായിക്കോട്ടെ അൽമായരായിക്കോട്ടെ, പരിശുദ്ധ കുർബാന ഇപ്പോഴെല്ലാം ഉള്ളം കൈയിലാണ് വെച്ചു കൊടുക്കുന്നത്. ആദ്യകാലങ്ങളിൽ അത് നാവിലാണ് കൊടുത്തിരുന്നത്. അതിനൊരു പരിശുദ്ധി കൂടുതലുണ്ടായിരുന്നു. കാരണം ഈ പരിശുദ്ധ കുർബാന ഒരിക്കലും അവഹേളിക്കപ്പെടാൻ പാടില്ലെന്ന് സഭാപിതാക്കന്മാർ നിർബന്ധമായും തീരുമാനിച്ചിരുന്നു. ആ പരിശുദ്ധ കുർബാന ഇന്ന് ഉള്ളം കൈകളിൽ ലഭിക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന വ്യക്തിത്വങ്ങൾ പലപ്പോഴും അതിനോട് കാണിക്കുന്ന അവഗണന ഹൃദയഭേദകമാണ്. കാരണം പരിശുദ്ധ കുർബാന ഒരു വ്യക്തിയുടെ ഇടത്തെ കരത്തിൽ വൈദികൻ വെച്ചു കൊടുക്കുന്നു. അവനത് വളരെയധികം ആദരപൂർവം വലത്തുകൈ കൊണ്ടെടുത്ത് അധരത്തിലേക്ക് വയ്ക്കുന്നു, തന്റെ നാവിലേക്ക് വയ്ക്കുന്നു. ഈ പ്രക്രിയ നടക്കുന്നതിനുള്ളിൽ പരിശുദ്ധ കുർബാനയുടെ ഈ തിരുവോസ്തിയിൽ നിന്നും ഇതിന്റെ ലഘു കഷ്ണങ്ങൾ താഴെ വീഴും. ലഘു കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ നാം വളരെ ലാഘവ ബുദ്ധിയോടെ കാണരുത്. കാരണം ഇത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്.
ഇതെന്റെ ശരീരമാകുന്നു എന്ന് വചനം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അത് ക്രിസ്തുവിന്റെ ശരീരമായി പൂർണ്ണമായും രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞു. ആ ക്രിസ്തുവിന്റെ ശരീരത്തിൻ്റെതാണ് ഈ താഴെ കൊഴിയുന്ന കൊച്ചു കൊച്ചു നുറുങ്ങുകൾ. അതിന് ആ ശരീരത്തിന്റെ അതേപോലെ തന്നെ മതിപ്പും വിലയും ഉണ്ട്. നാം പലപ്പോഴും ഈ അപ്പം, ഈ തിരുവോസ്തി, ഈ ഗോതമ്പപ്പം എന്നൊക്കെ ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധ കുർബാനയെ ഉള്ളിലേക്ക് അകത്തേക്ക് സ്വീകരിക്കുന്നത് വളരെ വേദനാജനകമായ കാഴ്ചയാണ്. പലപ്പോഴും ഇങ്ങനെയാണ് പലരും കുർബാന സ്വീകരിക്കുന്നത്. ഉള്ള കയ്യിൽ വന്ന കുർബാനയെ ഇങ്ങനെ ഒറ്റപ്പൊത്ത്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പണ്ടത്തെ ആവി എഞ്ചിനിലേക്ക് അതിന്റെ ആ എഞ്ചിന്റെ ഉള്ളിലേക്ക് കൽക്കരി കോരിയിടും. ഞാനത് ഇത് കാണുമ്പോൾ അതാണ് ഓർക്കാറ്. അതേ ലാഘവത്തോടെയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. എന്തിന് സഹോദരങ്ങളെ ശാപം വാങ്ങിവെക്കുന്നു? നിന്നെ പിതാവായ ദൈവം വളരെ സ്നേഹപൂർവം, വളരെയധികം സ്നേഹത്തോടെ തന്റെ ദൂതഗണത്തെ അയച്ച് ഓരോ ദിക്കിൽ നിന്നും കൈപ്പിടിച്ചു കൊണ്ടുവന്നതാണ്. എന്റെ മകന്റെ ബലി വഴി, അവന്റെ തിരുശരീര രക്തങ്ങൾ വഴി നീ എന്റെ രാജ്യത്തിന് യോഗ്യനാകാൻ വേണ്ടി ക്ഷണിച്ചു കൊണ്ടുവന്നതാ. ആ കൊണ്ടുവന്ന നീയാണ് വിവാഹവസ്ത്രം പോലുമില്ലാതെ ആ പരിശുദ്ധ കുർബാനയെ വളരെ ലാഘവത്തോടെ എടുത്ത് ഇങ്ങനെ എറിയുന്നത്. ഇത് വളരെ വേദനാജനകമാണ്. മൃഗങ്ങൾ പോലും ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്നു. എന്തിനേറെ പറയണം, നായ്ക്കൾ പോലും പരിശുദ്ധ കുർബാനയെ കൈകൂപ്പി വണങ്ങുന്നു. എന്നിട്ട് തന്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട, തന്റെ ഭാവത്തിലും രൂപത്തിലും സ്വന്തം ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് തിരിച്ചറിവില്ലാതായത്, അത് അവൻ പൂർണ്ണമായും സാത്താന്റെ ബന്ധനത്തിലാണ്. അവന്റെ സ്വാർത്ഥത കൊണ്ടോ, അവന് ബലഹീനത കൊണ്ടോ, അവന് കഴിവില്ലായ്മ കൊണ്ടോ, എന്തോ കൊണ്ടൊക്കെ ആയാലും അവൻ പൂർണ്ണമായും സാത്താന്റെ കരവലയത്തിൻ കീഴിലാണ്. അതുകൊണ്ട് അവന് പരിശുദ്ധ കുർബാനയെ അതിൻ്റെതായ ഭാവത്തോടെ, രൂപത്തോടെ, സ്നേഹത്തോടെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. അതിനാൽ സഭാപിതാക്കന്മാരോട് എനിക്കൊന്നേ ആവശ്യപ്പെടാനുള്ളൂ. ഈ പരിശുദ്ധ കുർബാനയെ അവരുടെ നാവിൽ വെച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തരികളും കൊച്ചു കൊച്ചു നുറുങ്ങുകളും നഷ്ടപ്പെടില്ല. തന്നെയുമല്ല, ഈ ഏറ് നടക്കില്ല. പന്തുകളി ഗ്രൗണ്ടിലെ ഗോളി ബോൾ എറിയുന്നത് പോലെയാണ് പരിശുദ്ധ കുർബാനയെ എടുത്ത് വായയിലേക്ക് എറിയുന്നത്. വളരെ വേദനയുള്ള കാര്യമാണ്. ആ വേദന നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു മകന്റെ അല്ലെങ്കിൽ ഒരു മകളുടെ വിവാഹ സദ്യയിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ അതിഥികൾ ആ സദ്യയെ അവഹേളിക്കുന്നത് കാണണം. ആ സദ്യയെ അയാൾ അവഹേളിക്കുന്നത്, അതല്ലെങ്കിൽ അതിനെ പരിഹസിക്കപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ദൃശ്യമാകണം, അനുഭവസ്ഥനാകണം. അപ്പോഴാണ് ആ വേദനയുടെ
ആഴം മനസ്സിലാവുക. അതിനാൽ എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കുർബാന സ്വീകരിച്ചില്ലെങ്കിലും വിരോധമില്ല. ശാപം സ്വീകരിക്കാൻ കൈനീട്ടല്ലേ. യൂദാസിന് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റാതിരിക്കുവാൻ വേണ്ടി മാത്രം പറയുകയാണ്. ശാപം സ്വീകരിക്കല്ലേ. യൂദാസിനോട് കർത്താവ് പറഞ്ഞു, എന്നോടൊപ്പം കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്. ഞാനാണോ എന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, നീ അത് പറഞ്ഞു കഴിഞ്ഞു. യൂദാസിന് മനസ്സിലായി, താൻ ഒറ്റിക്കൊടുക്കുമെന്ന യാഥാർത്ഥ്യം ഗുരു അറിഞ്ഞിരിക്കുന്നു എന്ന്. എന്നിട്ടും അവൻ പിന്മാറിയില്ല. പലമോ കെട്ടിത്തൂങ്ങി ജീവനൊടുക്കി. ആയതിനാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് തിരിച്ചറിയണം, ഇത് പരിശുദ്ധ കുർബാനയാണ്. ഈ പരിശുദ്ധ കുർബാന തത്സമയമാണ്. ദൈവം സമയത്തിന് അതീതനാണ്. അവിടെ മധുബഹയിൽ തൻ്റെ മാലാഖമാരും ക്രോവേന്മാരും ശ്രാപ്പന്മാരും ദൂതഗണങ്ങളുമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ വന്യവൈദികന്റെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് അവിടെ ആഗതനാവുന്നുണ്ട്. അങ്ങനെയാണ് ആ ബലി അവിടെ സമർപ്പിക്കപ്പെടുന്നത്. ആ ബലിയിൽ അവിടുത്തെ പങ്കാളികളാകാൻ വേണ്ടി നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ കാഴ്ചകളുണ്ട്. നിങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കളെ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടാവും. ഭവനത്തിലെ രോഗികളായ മക്കളെയും ഭാര്യമാരെയും സമർപ്പിച്ചിട്ടുണ്ടാവും. ഏറ്റവും വലിയ സ്നേഹിതന്മാരെ, അയൽപ്പക്കക്കാരെ സമർപ്പിച്ചിട്ടുണ്ടാവും. അവരെല്ലാം ഈ തിരുശരീര രക്തങ്ങളാകേണ്ടുന്ന കാസയിലെ വീഞ്ഞും പീലാസയിലെ ഗോതമ്പപ്പവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് തങ്ങളുടെ ശരീര രക്തങ്ങളാക്കി മാറ്റുമ്പോൾ നിങ്ങൾ സമർപ്പിച്ച കാഴ്ചകളും അതോടൊപ്പം ദൈവത്തിൻ്റെതായി മാറുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്നു, പൗത്രീകരിക്കപ്പെടുന്നു. ഈ ബോധ്യത്തോടെ വേണം നിങ്ങൾ സമർപ്പിക്കുവാൻ. അപ്പോഴാണ് ബലി പൂർണ്ണമാകുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ അതിനായി പുറപ്പെടരുത്. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധ കുർബാനയുള്ള ആദരവ് നമ്മുടെ ഹൃദയത്തിൽ ഉണരണം. ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. ദൈവം പറഞ്ഞതാണ്, നീ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ശബ്ദത്തിനായി ഞാൻ കാതോർക്കും. ദേവാലയത്തെക്കുറിച്ചാണ് ദൈവം ഇങ്ങനെ അരുളി ചെയ്തത്. നീ റോഡിൽ നാൽക്കവലിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ ശ്രമിച്ചുകൊള്ളാമെന്ന് പറഞ്ഞിട്ടില്ല. നീ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. യെരുശലേമിൽ ദേവാലയം ഉണ്ടായിരുന്നു. ആ ദേവാലയത്തിലേക്ക് നോക്കി നിന്നിട്ടാണ് പ്രാർത്ഥിക്കാറ്. അവിടെ പോകാൻ കഴിയാത്തവര്, ജെറുസലേമിലെ ദേവാലയത്തിൽ പോകാൻ കഴിയാത്തവര് ആ ദേവാലയം ഇരിക്കുന്ന സ്ഥലം ആ ദിക്കിലേക്ക് നോക്കി അവർ കൈ ഉയർത്തി പ്രാർത്ഥിക്കും. നമ്മളെന്തേ ഇങ്ങനെ ആയിപ്പോയി? ഇത് വളരെ വേദന ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കിത് നമ്മുടെ ദൈവത്തോട് മാപ്പപേക്ഷിക്കാം. മേലിൽ ആവർത്തിക്കാതിരിക്കാൻ പരിശ്രമിക്കാമെന്ന് ഏറ്റുപറയാം. ഞങ്ങൾക്കെല്ലാവർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും നേരുന്നു.
എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും വർദ്ധിക്കുവിൻ. ആമേൻ.